ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനായതോടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. കണ്ണൂരിൽ MV ജയരാജന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. തിരുവഞ്ചൂരിന്റെ പോലീസിനെ വിറപ്പിച്ച ആ പ്രകടനമാണ് ഇനി. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥി നേതാവിനെ കാണാൻ പോലീസ് അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് കാരണം. ഗേറ്റ് കടന്ന് അകത്തു കടക്കാൻ MV ജയരാജൻ നടത്തിയ സാഹസിക കൃത്യം കാണുക. ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഔട്ട്. മനസ്സിലായോ? ഇത് വിസിറ്റിംഗ്, ഇത് ഡൈനിങ്, ഇതാണ് പ്രധാന വാതിൽ. ഇവിടെ നിന്ന് വലത്തോട്ട് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് കിച്ചണിലേക്കാണ്. അവിടെ നിന്നൊരു കൃത്യം 10 മീറ്റർ മുന്നോട്ട് നടന്നാൽ ബാക്കിലുള്ള ആ സ്റ്റെയർ കേസിലെത്തും. അയ്യോ, അവിടെ പട്ടിക്കൂടാ. അതെന്നെ 3 വട്ടം കടിച്ചതാണ്. നിന്നെ കണ്ട ഏത് പട്ടിക്കൊന്ന് കടിക്കാൻ തോന്നും? പ്ലീസ് ബി സീരിയസ്. ഇടതുവശത്ത് കാണുന്ന ഈ പൈപ്പ് വഴി കയറി ടെറസിലെത്താം. അവിടെ നിന്ന് വലതുവശത്തു കൂടി ഊർന്നിറങ്ങി പിന്നാമ്പുറത്തെ വാതിലിന്റെ ലോക്ക് മാറ്റി നമ്മൾ അകത്ത് കിടക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, മെക്കിട്ട് കയറാൻ വരരുത്. എന്താണ്? മുമ്പിൽ തുറസായ വാതിലുള്ളപ്പോ എന്തിനാണ് ടെറസിന്റെ മുകളിൽ കയറി തല കുത്താൻ പോകുന്നത്? പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കാണാൻ ജനപ്രതിനിധികൾക്കും മറ്റ് നേതാക്കന്മാർക്കും ഉള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ഇവനാരാ? ബിലാൽ ജോൺ കുരിശിങ്കൽ. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു. അന്ന് ഇവിടെ വിട്ടതാണ്. അപ്പൊ ഇവൻ പ്രശ്നമാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. മെരുങ്ങാൻ വിഷമമുള്ള ഇനമാണ്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബിലാൽ എവിടെ നിന്ന് വന്നൊന്നും ആർക്കും അറിയില്ല. ഒരു ദിവസം ബിലാൽ കൊച്ചിയിലുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടം ബിലാലിനെയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഇവൻ അവരുടെ ഗുണ്ടയാവുന്ന ലൈനിൽ എത്തിയപ്പോ അവര് തന്നെ ഇവനെ ഇവിടുന്ന് തല്ലിയിറക്കി വിട്ടത്. ബിലാൽ ആൾ അഹങ്കാരി, എടുത്തിയാട്ടക്കാരനൊക്കെ ആയിരിക്കും. പക്ഷേ ഹൃദയത്തിൽ നന്മയുള്ളവനാണ്. താനീ ക്രിമിനൽ. ജനപ്രതിനിധികൾക്ക് കാണാൻ പറ്റില്ല. പിന്നീട് പോലീസരോ ഇതല്ല LDFന്റെ ജില്ലാ നേതാക്കളാ. ദിവസം കാണിക്കല LDFന്റെ ജില്ലാ നേതാക്കളാ. എന്താണോ തണ്ടിയൊക്കെ സ്വകാര്യ സ്വത്താ പോലീസ് സ്റ്റേഷൻ? തന്റെ സ്വകാര്യ സ്വത്തല്ല, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മീഡിയാസ് എല്ലാവരും കേട്ടോ. എന്താ ഇപ്പൊ ആക്കാൻ പോകുന്നത്? മീഡിയ എന്താ അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ? അവരെന്ത് തെറ്റ് ചെയ്ത് ഗാന്ധിയൻ മോഡല് സത്യാഗ്രഹ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത് പിടിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷനല്ല. എന്ത് തോന്നിവാസം ചെയ്യാനാണോ പോലീസ്? LDFന്റെ നേതാക്കന്മാർ വരുമ്പോ നിങ്ങൾ തടയുക. നിങ്ങൾ രാത്രി തോക്ക് എടുത്തിട്ട് എത്ര കാലടോ? എത്ര കാലം തിരുവഞ്ചൂർ നിങ്ങൾ കൂടി ഉണ്ടാവും? എടോ, ആ ഭരണം പോകാൻ പോവാ. കുറെ പോലീസ് ഏമാമാരുടെ തിരുവഞ്ചൂരിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം ചെയ്യാൻ? LDFന്റെ ജില്ലാ നേതാക്കന്മാരാ വന്നേ. അവരെ കാണിക്കാൻ വിടൂല. എന്താ അടിയന്തരാവസ്ഥയാ? നിങ്ങൾ പോയിട്ട് കാണു. കാണാൻ വിടും. വീണ്ടും മറ്റൊരെടുക്കും. എടുക്കടോ ക്യാമറ. ആ പോലീസിന് നീ എടുക്കടോ ക്യാമറ. കാണാൻ വിടാത്ത കാര്യം കൂടി തുറക്ക്. LDFന്റെ ജില്ലാ നേതാക്കന്മാരാ. തുറക്കടോ. നിങ്ങൾ പിടിച്ചു അകത്ത് പറ്റിയ ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയാ. കാണിക്കാൻ വിടൂല. LDFന്റെ ജില്ലാ നേതാക്കന്മാർ വന്നോ കാണിക്കാൻ വിടൂല എന്ന് പറയാൻ ആരോടോ നിങ്ങള്? ഇവരെ കാണിക്കാൻ വിടും. LDFന്റെ ജില്ലാ നേതാക്കന്മാർ കാണിക്കില്ലേ? ഇതാ ഇവര് തുറക്കൂല എന്ന് പറയുന്നത്. ഉറക്കൂല പോലും.
മൂന്നാളല്ല, അഞ്ചാള് കയറും. തന്റെ സ്വകാര്യ സ്വത്തല്ല ഇതൊന്നും. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയാ. വെറുതെ തന്റെ പരിപാടിയൊക്കെ കുറച്ചായിട്ട് അറിയാം. മറ്റുള്ള കൂട്ടാരാണ് പ്രദീപനെടുത്തു. പ്രദീപൊക്കെ അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാ അറിയാം. ഇവിടെ അടുത്ത വീട്. വിപ്ലവകാരികളായി 1/4 ഡസൻ ജയരാജന്മാരാണത്രേ കണ്ണൂരിലുള്ളത്. പിണറായി ഭാവിയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ പിന്നണിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കും ഇവർ. ജയരാജനെ തോൽപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ കയറി മണൽ മാഫിയക്കാരെയൊക്കെ ഇറക്കി കെ സുധാകരൻ പണ്ടത്തെ പോലെ തന്റെ കഴിവ് വീണ്ടും തെളിയിക്കുമെന്നും ഐ ഗ്രൂപ്പ് കോൺഗ്രസുകാരും പ്രതീക്ഷിക്കുന്നു. ജയരാജന്റേതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വിപ്ലവ പ്രവർത്തനമാണ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാഴ്ചവെക്കാനുള്ളത്. പന്ന്യൻ രവീന്ദ്രൻ പിണറായി വിജയനെ ക്രിക്കറ്റ് കളി പഠിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയായാൽ പിടിച്ചു നിൽക്കണ്ടേ? പിണറായിക്കായുള്ള പന്ന്യന്റെ ക്രിക്കറ്റ് ക്ലാസ്, ഡെമോൺസ്ട്രേഷനും പ്രാക്ടിക്കലും. നോ ബോളെന്ന് എറിഞ്ഞേക്കറി, പിന്നെ അത് നമ്മള് തമ്മിൽ തെറ്റും. നമുക്കൊരു 4 ബാറ്റ് കൂടി വാങ്ങണം സാർ. ബാറ്റ് ഇല്ലാത്ത എന്റെ കുഴപ്പമേ ഉള്ളൂ. ബാറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാ എടുത്താറേക്കെ ഇങ്ങനെ വീശി മാറാനല്ലേ, അതിനിത് ധാരാളം മതി. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ നോക്കി നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് ദൂരേക്ക് നോക്കി കൈവീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. സാർ ബോളർ എന്തിനാ നീ ഇപ്പൊ വെറുതെ ബോളറാണ് അല്ലേ? എന്താ ചോദിച്ചത്? ഒരു ബോളർ ഇട്ടത്. അതിന് നിനക്ക് എറിയാ അറിയോ? ട്രാൻസ്പോർട്ട് ബസ്സിലിട്ട് എറിയാനല്ലേ നിനക്കറിയൂ? അതെങ്ങനെ അറിയാ? അതിങ്ങനെ ഈ കയ്യിലേക്ക് ഇട്ട് ഇങ്ങനെ അമ്മാനൊക്കെ ഒന്ന് കളിച്ച് നന്നായിട്ടൊരു തുപ്പ് തുപ്പി പാനിന്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകുവശത്തും കിട്ടും എന്നിട്ട് ഉരച്ച് വൃത്തികേടാക്കി അറപ്പ് തോന്നണം അവിടെ നിൽക്കുന്നവന്. അപ്പൊ അവൻ മാറിക്കോളും. TV ഒന്നും കാണാറില്ലേ? ഞാൻ കാണിച്ചു തരാം. ഒന്ന് മാറിയെന്ന് ലിസൺ ടു മീ. അതെ, ഇങ്ങനെ തീ പിടിക്കുമ്പോ അതിന്റെ അകത്തൊരു വെടി കത്തിക്കാൻ പറ്റുമെന്നാണ് ചില വിദ്വാൻമാർ. ഇനി ഫോട്ടോ എടുപ്പാണ്. പിണറായിയെ മുഖ്യമന്ത്രിയാക്കാൻ പ്രവർത്തിക്കുന്ന ഇടതുമുന്നണിയുടെ ഫുൾ ടീമിന്റെ ഫോട്ടോ സെഷൻ. Excellent bowling. The ball was in doubt as to whether it was going to spin away from him or whether it was just going to come back, and he tried to play late. തീ പിടിക്കുമ്പോ അതിന്റെ അകത്തൊരു വെടി കത്തിക്കാൻ പറ്റുമെന്നാണ് ചില വിദ്വാൻമാർ. പന്ന്യൻ രവീന്ദ്രൻ ആത്മാർത്ഥത കൊണ്ട് ഇങ്ങനെ പലതും ചെയ്യും. എന്നാൽ പിണറായി അതൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? CPIയെ ഒതുക്കിക്കളയാൻ പിണറായി പല വഴികൾ നോക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ വിപ്ലവ പ്രവർത്തനം അതാണ് തെളിയിക്കുന്നത്. ഇടതുമുന്നണിയിലേക്ക് നോക്കി വേലിപ്പുറത്ത് നിൽക്കുകയാണ് ലീഗ്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ ഓടിക്കുന്നതോടെ വേണമെങ്കിൽ മുന്നണിയിലേക്ക് തന്നെ വരുമത്രേ. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ ആരെവിടക്കൊക്കെ ചാടും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും വേലിപ്പുറത്തിരിക്കുന്ന സ്ഥിതിയാണ്. ആരെവിടക്കൊക്കെ ചാടും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കാര്യങ്ങളെല്ലാം സ്ഫുടവും വ്യക്തവുമായതിനാലും ഞാൻ സ്ഥലം വിടുന്നു. നന്ദി, നമസ്കാരം. ക്ലാരിറ്റി ഉള്ളത് കേരളത്തിലേ ഉള്ളൂ. LDF UDF ലോകത്ത് ആർക്കും ക്ലാരിറ്റി ഇല്ല, ലീഗിന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയും കുഞ്ഞാലിക്കുട്ടിയും മാണിസാറും കൂടി വന്നിട്ട് വേണം കേരളത്തെ പഴയ ബംഗാൾ മോഡലിലാക്കാൻ. പിണറായിക്ക് റെക്കോർഡിടുകയും വേണം.
ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കസ്തൂരി വിശേഷം. കോളേജിൽ പഠിച്ചപ്പം എനിക്ക് പ്രേമിച്ച് ഞാനൊരു അന്യജാതി പെണ്ണിനെ കല്യാണം കഴിച്ചു. ഈ പരിസ്ഥിതിവാദികൾ ഒതുങ്ങും ഒരു ദിവസം, എനിക്ക് ഉറപ്പുണ്ട്. സങ്കീർത്തനം 23:2